പരിപാവനമായ ജമാദുൽ ഉഖ്റ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവാണിന്ന്. നാളെ പകൽ വരികയാണ്. ഇന്ന് മുതൽ നമ്മൾ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മളൊക്കെ ഒരുപാട് ദിക്ർ പറയാറുണ്ട്, സ്വലാത്ത് പറയാറുണ്ട്, ഖുർആൻ ആയത്തുകളൊക്കെ ഓതാറുണ്ട്. പക്ഷെ പല ആളുകൾക്കും നിസ്കാരങ്ങൾക്ക് ശേഷം എന്തൊക്കെ പറയണമെന്നറിയില്ല. സാധാരണ പള്ളിയിൽ വരുമ്പോൾ സുബ്ഹാനല്ലാഹ് ഉസ്താദ് പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ് എന്ന് ഉസ്താദ് ഉറക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് ദുആ ചെയ്ത് പോകും. അതല്ലാതെ കുറച്ച് കാര്യങ്ങൾ കൂടി ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ പറയേണ്ടതുണ്ട്. പറഞ്ഞാൽ വമ്പൻ പ്രതിഫലമാണ് കിട്ടുക. അപ്പോൾ നമസ്കാരങ്ങൾക്ക് ശേഷം ഏതൊക്കെ അദ്കാറുകളാണ് നമ്മൾ നിത്യമായി പറയേണ്ടത്, അത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്, വിശദമായി നമുക്ക് ഇന്നത്തെ ഈ പഠന ക്ലാസ്സിലൂടെ മനസ്സിലാക്കി എടുക്കാം. ഒരു മനുഷ്യൻ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും 3 അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, ഈ 3 ഇസ്മുകൾ നിത്യമായി പറയുകയും അവൻ്റെ തള്ളവിരലിൽ ഊതി അവൻ ശരീരത്ത് തടവിയാൽ അവനിക്ക് കിട്ടുന്നത് വമ്പൻ നേട്ടങ്ങളാണ്. ഏതാണ് ആ ഇസ്മുകൾ? ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് അവൻ തടവേണ്ടത്? തടകിയാൽ എന്താണ് അവനിക്ക് കിട്ടുന്ന പ്രതിഫലം? വിശദമായി നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ, സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ അല്ലാഹു എല്ലാം സഫലീകരിച്ച് തരുമാറാവട്ടെ. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, പിടിക്കുന്ന നോമ്പുകൾ, നമ്മൾ കൊടുക്കുന്ന സക്കാത്ത്, അതുപോലെ തന്നെ സ്വതക്ക, ഹദിയ എല്ലാം അല്ലാഹു തആല അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെല്ലാ വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരുപാട് ദിക്ർ ചൊല്ലാറുണ്ട്, സ്വലാത്ത് പറയാറുണ്ട്, അതുപോലെ തന്നെ തസ്ബീഹുകളൊക്കെ പറയാറുണ്ട്. പക്ഷെ പല ആളുകൾക്കും ഇപ്പോഴും സംശയം, നിസ്കാരങ്ങൾക്ക് ശേഷം കറക്റ്റായി എന്താണ് പറയേണ്ടത്? ചില ആളുകൾ ആയത്തുൽ കുർസി ഓതിയിട്ട് പോകും, ചില ആളുകൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയും, ചില ആളുകൾ ദുആ മാത്രം ചെയ്തിട്ട് പോകും. അങ്ങനെ പല രൂപത്തിലാണ് ആളുകൾ പോകുന്നത്. എന്തോ ഒരു ദിക്റുകൾ പറഞ്ഞു എന്നതിനേക്കാൾ ഉപരിയായി ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ദിക്റുകൾ ഇന്നു മുതലേ നമ്മൾ നിത്യമാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കാതെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം, അത് സുന്നത്ത് നിസ്കാരമാവട്ടെ ഫർളാവട്ടെ, പ്രത്യേകിച്ച് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ മുടങ്ങാതെ ചെയ്യേണ്ട അദ്കാറുകൾ, അതായത് ഒരുപാട് ദിക്റുകളുണ്ട്, അതുപോലെ തന്നെ മറ്റ് തസ്ബീഹുകളൊക്കെ ഉണ്ട്, എല്ലാം നമ്മൾ പറയാൻ പോവുകയാണ്. ആദ്യം തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ വളരെ പെർഫെക്റ്റ്, വളരെ ഇജാബത്തുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞിട്ടുണ്ട്, സ്വഹാബിമാരെ, നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ, അതുപോലെ രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന ദുആ, ഇത് രണ്ടും അല്ലാഹു തആല മസ്റ്റായി സ്വീകരിക്കുന്നതാണെന്നാണ്. പിന്നെ മറ്റ് ഹദീസുകളിൽ കാണാം, നിങ്ങൾ സ്വലാത്ത് പറഞ്ഞിട്ട് ദുആരക്കണേ, അതുപോലെ നിങ്ങൾ ദിക്ർ പറഞ്ഞിട്ട് ദുആരക്കണേ, ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ദുആരക്കണേ, ഖുർആൻ ഓതിയിട്ട് ദുആരക്കണേ. അപ്പോൾ ഈ സമയത്തൊക്കെ ദുആ ചെയ്താൽ വളരെ വേഗത്തിൽ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഈ പറയപ്പെട്ട മുഴുവൻ അമലുകളും ചെയ്തിട്ട് നമുക്ക് ദുആ ചെയ്താൽ വളരെ പെർഫെക്റ്റ് ആണ്, ഉറപ്പാണ്, ദുആ സ്വീകരിക്കും. അതിനാൽ ഇനി തൊട്ട് നിസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഓർഡറിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ദുആ ഉറപ്പായും സ്വീകരിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മൾ നിസ്കാരത്തിലാണിപ്പോൾ. നിസ്കാരം കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഇവിടെ പറയട്ടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ തലയിട്ടിങ്ങനെ ആട്ടൽ വേണ്ട കേട്ടോ, അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ നിസ്കാരം പാത്രം ഇങ്ങനെ ആട്ടി ചിലപ്പോൾ 3 4 ഒക്കെ ഇങ്ങനെ തുടർച്ചയായി നമ്മുടെ ഇങ്ങനെ തല ഇങ്ങനെ ആട്ടിയാൽ നിസ്കാരം പാത്രമാവും. അതുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഇങ്ങനെ ഒരു നോർമലായിട്ട് നമ്മൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ മതി. അപ്പോൾ സലാം വീട്ടിക്കഴിഞ്ഞ് നമ്മൾ മഗ്രിബ് നമസ്കാരവും സുബ്ഹി നമസ്കാരവും ആണെങ്കിൽ
നമ്മൾ എങ്ങനെയാണോ അത്തഹിയാത്തിൽ ഇരുന്നത് അതേപോലെ തന്നെ ഇരിക്കുക. ഇനി കാലിന് എന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സൗകര്യപ്രദം ഇരിക്കാം. ഇനി ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ എങ്ങനെയാണോ അത്തഹിയാത്തിൽ ഇരുന്നത് അതേപോലെ തന്നെ ഇരിക്കുക. മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും സുബ്ഹി നമസ്കാരത്തിന് ശേഷവും നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദിക്ർ നമ്മൾ 10 പ്രാവശ്യം പറയണം. നമുക്കത് എണ്ണാൻ പറ്റുമല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ചില ആളുകൾ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെയും പറയാം. അപ്പോൾ ഈ ഒരു ദിക്ർ നമ്മൾ 10 പ്രാവശ്യം പറയുക. അത് കഴിഞ്ഞ് അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഇത് ഒരു 7 പ്രാവശ്യം പറയണം. ഇതെപ്പോഴാണ്? സുബ്ഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ആണ് പിന്നെ നമ്മൾ ബാക്കി അദ്കാറുകൾ തുടങ്ങുന്നത്. ഇത് മഗ്രിബും അതുപോലെ തന്നെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം. ഇനി ബാക്കിയുള്ള വക്തുകൾക്കൊക്കെ നമ്മൾ സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നും പറയാം, കുഴപ്പമില്ല കേട്ടോ. അത് കാരണം ഇതെന്തിനാണ് ഇസ്തിഗ്ഫാർ പറയുന്നത്? നമ്മൾ ആ നിസ്കരിച്ച സമയത്ത് പലപ്പോഴും പല ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടാകും. റുക്കൂ ചെയ്യുമ്പോൾ, ഇഅ്തിദാൽ ചെയ്യുമ്പോൾ, കൈ കെട്ടിയ സമയത്തൊക്കെ പല ശ്രദ്ധ മാറിയിട്ടുണ്ടാകും. പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും, പല പിഴവുകളും വന്നിട്ടുണ്ടാകും. അള്ളാഹു എൻ്റെ നിസ്കാരത്തിലെ പിഴവുകൾ നീ മാറ്റിത്തരണേ എന്നാണ് ആ ഒരു ഇസ്തിഗ്ഫാർ പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാർ പറയുക. ഈ മഗ്രിബ് നമസ്കാരത്തിനും സുബ്ഹി നമസ്കാരത്തിനും ശേഷം ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇല്ലേ, ആ 2, അതുപോലെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, ഈ 2 ദിക്റുകൾക്ക് ശേഷവും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇസ്തിഗ്ഫാർ പറയാം. അപ്പോൾ ഇസ്തിഗ്ഫാർ ആദ്യം പറയുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെ നമ്മൾ സാധാരണ പറയുമല്ലോ, അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം, അല്ലേ? നമ്മൾ പറയാറുണ്ടത് ആ ഒരു ദിക്ർ അത് നമുക്കറിയാവുന്നതാണ്. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. അത് പല രൂപത്തിലും പല ആളുകൾ പറയാറുണ്ട്. അതെങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം അതെന്താണ്? അള്ളാഹുവിലേക്ക് സ്വർഗത്തെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു തേട്ടമാണത്. അള്ളാഹുവെ, നിന്നിൽ നിന്നാണ് സമാധാനം, നിന്നിലേക്കാണ് സമാധാനം. അള്ളാഹുവെ, സമാധാനത്തിൻ്റെ യഥാർത്ഥ ഭവനമാകുന്ന ആ സ്വർഗത്തിൽ, അല്ലെ, ഒരു ശാന്തിയോടെ സമാധാനത്തോടെ ഞങ്ങളെ നീ എത്തിക്കണേ എന്നൊക്കെ ഉള്ള ഒരു അർത്ഥം വരുന്ന ഒരു ദുആയാണത്. അത് പറയൽ ഏറ്റവും ഖൈറാണ്. പിന്നെ അത് കഴിഞ്ഞു, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅതി ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ആ ഒരു ദിക്റും പറയാം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅതി ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ആ ഒരു ദിക്റും പറയാം. അല്ലാഹുവേ, നീ തന്നതിനെ തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിനെ തരാനും ആരുമില്ല എന്നർത്ഥം വരുന്ന ഒരു ദുആ വളരെ ശ്രേഷ്ഠമാണ്. ഒരു അബ്ദ്, ഒരു അടിമ പറയുന്ന, അള്ളാഹുലേക്ക് പറയുന്ന വലിയ ഒരു നേരിട്ട് പറയുന്നത് പോലെയുള്ള ഒരു വർത്തമാനമാണ്. അല്ലാഹുവേ, നീ തന്നതിനെ തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിനെ തരാൻ ആരുമില്ല. അല്ലാഹുവേ, നീ വിധിച്ചതിനെ തട്ടിമാറ്റാൻ ആരുമില്ല, നീ തട്ടിമാറ്റിയതിനെ വിധിക്കാൻ ആരുമില്ല. ആ ഒരു ശ്രേഷ്ഠമായ ദുആ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണെന്ന് ഉണർത്തുന്നു എന്ന് മാത്രം കേട്ടോ. ഇത് ആദ്യം തൊട്ട് പഠിപ്പിക്കുമല്ല, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മളൊന്ന് ഉണർത്തുന്നു. നീ തടഞ്ഞതിനെ തരാൻ ആരുമില്ല റബ്ബേ. അല്ലാഹുവേ, നീ തരുന്നതിനെ തടയാനും ആരുമില്ല. ദുനിയാവിൽ ഒരു പണമോ ഒരു അധികാരമോ ഒന്നും ഗുണം ചെയ്യില്ല. അല്ലാഹുവേ, നിന്റെ അധികാരം മാത്രമാണ് ഗുണം ചെയ്യുക എന്നർത്ഥം വരുന്ന ആ ഒരു ദിക്ർ നമ്മൾ പറയുക. ശേഷം ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, നമുക്കറിയാമല്ലോ ആയത്തുൽ കുർസി നമ്മൾ ഓതുക. ശേഷം സുബ്ഹാനല്ലാഹ് എന്ന് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് എന്ന് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ എന്ന് 33 പ്രാവശ്യം. അപ്പോൾ ഇത്രയായി 3 കൂടി 33 പ്രാവശ്യം പറയുമ്പോൾ 99ആയി. 100 തികക്കുന്നതിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ആ ഒരു ദിക്റും കൂടി ചേർക്കുക.
ശേഷം 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ഒരു 10 പ്രാവശ്യം പറയുക. അപ്പോൾ ഇതെന്തായി? നിസ്കാരത്തിന് ശേഷമുള്ള ഏകദേശ ദിക്ർ ഔറാദുകളായി. അത് കഴിഞ്ഞ് പിന്നെ നമുക്കറിയാവുന്ന, ഇപ്പോൾ പല ആളുകളും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം അത് പറയുന്നവരുണ്ട്, ആ ഒരു ദിക്ർ പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ പറയുന്നവരുണ്ട്. ചില ആളുകൾ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്ന ദിക്ർ പറയുന്നു. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ നമുക്ക് പറയൽ ഏറ്റവും ഖൈറാൻ, വേണമെങ്കിൽ എന്നല്ല പറയാം. അത് കഴിഞ്ഞ് പിന്നെ അസ്മാഉൽ ഹുസ്ന ഓതുന്നവരുണ്ട്. ഇതൊക്കെ സമയമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. സമയമില്ലായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മൾ നിസ്കാരത്തിന് ശേഷം സലാം വീട്ടി നമ്മൾ ഇസ്തിഗ്ഫാർ പറഞ്ഞു, അതുപോലെ തന്നെ അല്ലാഹുമ്മ അന്തസ്സലാം മിൻകസ്സലാം ആ ഒരു ദിക്ർ പറഞ്ഞു, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത ആ ഒരു ദിക്ർ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആയത്തുൽ കുർസി ഓതി സുബ്ഹാനല്ലാഹ് പറഞ്ഞു, അൽഹംദുലില്ലാഹ് പറഞ്ഞു, അല്ലാഹു അക്ബർ പറഞ്ഞു, ദിക്ർ 10 പ്രാവശ്യം ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പോകാം. പക്ഷെ സമയമുണ്ട് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചെയ്യുക. ഏതാണ്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ആ ഒരു ദിക്ർ പറയാം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അതുപോലെ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ ഈ ഒരു ദിക്ർ ഇതൊക്കെ നമുക്ക് പറയൽ വളരെ ശ്രേഷ്ഠമാണ്. കാരണം ഇതൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷം പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആവുന്നതാണ്, വളരെ എഫക്റ്റീവാണ്. ചില ആളുകൾ ചില ഇസ്മുകൾ, അള്ളാഹുവിൻ്റെ ചില ഇസ്മുകൾ നിത്യമായി നിസ്കാരങ്ങൾക്ക് ശേഷം പറയുന്നവരുണ്ട്. യാ ലത്തീഫ് യാ അല്ലാ എന്ന് പറയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ യാ ഫത്താഹു യാ അല്ലാ, അതുപോലെ അല്ലെങ്കിൽ യാ റഹ്മാൻ യാ അല്ലാ. ഇതൊക്കെ നിത്യമായി പല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നിത്യമായിട്ട് 10 പ്രാവശ്യം 15 അല്ലെങ്കിൽ 17 പ്രാവശ്യം പറയുന്ന ഉപ്പമാരുണ്ട്. അവർക്ക് പറ്റുന്ന രൂപത്തിൽ ദിക്ർ ഔറാദുകൾ ചൊല്ലുക. എന്നിട്ട് നമ്മൾ ദുആ രക്കുക. വേദനെങ്കിൽ അതിനു മുമ്പ് നമ്മൾ സാധാരണ പറയാറുള്ള ചില സ്വലാത്തുകളുണ്ടല്ലോ, ആ സ്വലാത്തുകൾ ഇപ്പോൾ ഇബ്രാഹിമിയ സ്വലാത്തുണ്ട്, അതുപോലെ തന്നെ കൻസു സ്വലാത്ത്, താജു സ്വലാത്ത്, സ്വലാത്തു തിബ്, സ്വലാത്തുൽ ഫാത്തിഹ്, ഇപ്പോൾ അദദു സ്വലാത്ത്, അല്ലെങ്കിൽ സ്വലാത്തു ദവാമിയ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കുറച്ച് സ്വലാത്ത്. അല്ലെങ്കിൽ വെറുതെ സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു 3 പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ ദുആ രക്കുക. ദുആ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൈ ഉയർത്തിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അത് കഴിഞ്ഞ് അപ്പോൾ ആദ്യം ഹംദ് പറഞ്ഞു, പിന്നെ സ്വലാത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറയേണ്ടത് അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ എന്ന ആ ഒരു വാചകമാണ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. ഈ ഒരു വാചകം പറഞ്ഞാൽ കിട്ടുന്ന ശ്രേഷ്ഠത, ദുആ രക്കുന്നതിന് മുമ്പ് നമ്മൾ അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ എന്ന ഒരു വാചകം പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആ എന്തായാലും അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ദുആ രക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് പറ്റുന്നതുപോലെ ദുആ രക്കുക. അത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, അല്ലെങ്കിൽ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, അല്ലെങ്കിൽ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആ ഒരു അല്ലേ, നമുക്ക് ഒരുപാട് അറിയാവുന്ന ദുആ ഉണ്ട്. ആദ്യം അറബിയിൽ അറിയാവുന്ന ദുആ പറയുക, ശേഷം നമുക്ക് പച്ച മലയാളത്തിൽ അള്ളാഹിനോട് പറയാം, പടച്ചോനെ പറ്റിപ്പോയ ഒരുപാട് തെറ്റുകളുണ്ട്, എനിക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ, അല്ലാഹുവേ റബ്ബേ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ, ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു, അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ എന്നൊക്കെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ ദുആ രക്കാം. അപ്പോൾ ഇതാണ് ഓരോ നമസ്കാരത്തിന് ശേഷവും നമുക്ക് ചെയ്യാൻ പറ്റിയ അദ്കാറുകൾ. ഇനി പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറയട്ടെ, പല ആളുകൾക്കും പല പ്രയാസം, ഈ കണ്ണ് രോഗം കൊണ്ട് പ്രയാസം, കണ്ണിന് ചൊറിച്ചിലുണ്ടാവുക, ചെങ്കണ്ണ് ബാധിക്കുക, അല്ലെങ്കിൽ കണ്ണിന് ഒരു മങ്ങൽ പോലെ, കാഴ്ച കുറയുന്നത് പോലെയൊക്കെ തോന്നുന്ന ഒരു സന്ദർഭമുണ്ട്. അതുപോലെ ചെവിക്കും കേൾവി കുറയുന്നത് പോലെ, അതുപോലെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെവിക്കും കണ്ണിനുമൊക്കെ നമുക്ക് കുളിർമയുണ്ടാവാൻ, ഒരു ഉണർച്ച ഉണ്ടാവാൻ, ഒരു റാഹത്ത് ഉണ്ടാവാൻ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന 3 ഇസ്മുകളുണ്ട്, അള്ളാഹുവിൻ്റെ 3 പേരുകൾ. ഒന്നാമത്തേത് യാ നൂറു യാ അല്ലാഹ്, അതൊരു 11 പ്രാവശ്യം. യാ നൂറു യാ അല്ലാഹ്, 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 അങ്ങനെ 11 പ്രാവശ്യം യാ നൂറു യാ അല്ലാഹ് എന്ന് പറയുക. എന്നിട്ട് നമ്മുടെ 2 തള്ളവിരലിൻ്റെ ഈ നഖത്തിലേക്ക് ഊതുക, ഇഷ്ഫി, എന്നിട്ട് നമ്മുടെ കണ്ണിങ്ങനെ തടവുക, യാ നൂറു യാ അല്ലാഹ്. അത് കഴിഞ്ഞ് യാ ബസ്വീറു യാ അല്ലാ, യാ ബസ്വീറു യാ അല്ലാ, യാ ബസ്വീറു യാ അല്ലാ, യാ ബസ്വീറു യാ അല്ലാ, യാ ബസ്വീറു യാ അല്ലാ എന്ന് 11 പ്രാവശ്യം. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ശ്വി എന്ന് പറഞ്ഞ് ഊതിയിട്ട് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ തടവണം.
അത് കഴിഞ്ഞ് യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ് എന്ന് 11 പ്രാവശ്യം പറഞ്ഞ് നമ്മുടെ തള്ളവിരൽ എന്ന് പറഞ്ഞ് ഊതിയിട്ട് നമ്മുടെ ചെവി ഇങ്ങനെ തടയി കൊടുക്കുക. ഇതെന്താണ്? അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്. ഈ ഇസ്മുകൾ പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ തടവിയാൽ തന്നെ അത് വലിയ നമ്മൾക്ക് ശരീരത്തിന് ആഫിയത്തും ആരോഗ്യമുണ്ട്, ശരീരത്തിനൊരു ഉന്മേഷമുണ്ട്, പ്രത്യേകിച്ച് കണ്ണിന് കാഴ്ചയും ചെവിക്ക് കേൾവി ശക്തിയൊക്കെ ഉണ്ടാകുമെന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള അദ്കാറുകൾ നമ്മൾ പറഞ്ഞു. ഇത് എല്ലാ വക്തിനും ഇങ്ങനെ തന്നെ ഒരുപക്ഷെ പറ്റിക്കോളും. ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ തിരക്കുകളുണ്ട് എങ്കിലും ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ കച്ചവട സ്ഥാപനത്തിൽ വണ്ടി ഓടിക്കുക അവിടെ വെച്ച് പറഞ്ഞാലും മതി. ഇത് നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ പറഞ്ഞിട്ട് നിർബന്ധമായും പറയണമെന്നല്ല പറഞ്ഞത്. നമുക്ക് പറയൽ സുന്നത്താണ്, പറഞ്ഞാൽ വലിയ കൂലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് പരിശുദ്ധമായ ജമാദുൽ ഉഖ്റ 3-ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ പകൽ വരികയാണ്. അതിശ്രേഷ്ഠമായ വളരെ പ്രതിഫലങ്ങൾ നിറഞ്ഞ സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. റജബ് മാസമൊക്കെ വരാൻ പോകുന്നു, ശഅബാൻ വരുന്നു, റമദാൻ വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നല്ല ആരോഗ്യത്തോടെ അല്ലേ റമദാനിലൊക്കെ മുഴുവൻ നോമ്പ് ഒരു പ്രയാസമില്ലാതെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല സ്ഥലത്തൊക്കെ ഈ കൊറോണ വരുന്നു, പല ആളുകളും ഹോസ്പിറ്റലാണെന്നൊക്കെ കേൾക്കുന്നു. അള്ളാഹു തആല എല്ലാവിധത്തിലുള്ള മാരകവും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും പകർച്ചവ്യാധികളെ തൊട്ടും അള്ളാഹു തആല നമ്മളെ കാക്കുമാറാവട്ടെ. ഇനി ഒന്നുകൂടി പള്ളിയൊക്കെ അടച്ചിട്ട് നമ്മളൊക്കെ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ വരാതെ അള്ളാഹു തആല നമ്മളെ സംരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോകൾക്ക് താഴെ. ഓരോ വീഡിയോകൾക്ക് താഴെയുള്ള കമൻറ്റുകളൊക്കെ ഒരുപാട് വായിക്കുന്നുണ്ട്. ഓരോന്നിനും പ്രത്യേകമായി മറുപടി തരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇൻഷാ അല്ലാഹ് പ്രത്യേകം എല്ലാവരെയും ദുആയിൽ ഓർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ കൊടുക്കുമാറാവട്ടെ. മാനസികമായ പ്രയാസമുള്ളവർ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവർ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ പ്രശ്നത്തിലാകവർ, അതുപോലെ തന്നെ പ്രവാസികളായ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോകളൊക്കെ സ്ഥിരമായി കാണുന്നവരാണ്. അല്ലാഹു തആല അവരുടെയൊക്കെ ആ ജോലികളിൽ ബറക്കത്തും സലാമത്തും കൊടുക്കുമാറാവട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷം പറ്റുന്നത് പോലെ ചെയ്യാനുള്ള തൗഫീക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മളെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.